ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് BDF അഥവാ ഒരു ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നേക്കാളും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ BDF ഉണ്ടാക്കാൻ തുടങ്ങാം. BDF ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അത് ഇതുപോലുള്ള വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ട് ബീഫ് ഒന്ന് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചില്ലി ബീഫ് ഉണ്ടാക്കുന്നത്. ഇനി ബീഫിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയും ഉപ്പും ബീഫിൽ പിടിക്കുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫ് നല്ലതുപോലെ മസാലയെല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. ബീഫ് കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി വരും. വെള്ളം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കുക്കർ മൂടി ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നീട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് ബീഫിൻ്റെ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബീഫ് വ്യത്യസ്തമായിരിക്കും. ചില ബീഫ് വേവ് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി വേവിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് ഒരിക്കലും ഓവർ കുക്ക് ആകരുത്. കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ബീഫ് പിന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബീഫ് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ബീഫ് കുക്ക് ചെയ്തെടുത്ത വെള്ളം നമുക്ക് മാറ്റി വെക്കാം. മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ബീഫ് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കനം കുറച്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കരുത്. തീരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ബീഫ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബീഫെല്ലാം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കും ചില്ലി ബീഫിന് നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ബീഫ് വേവിച്ച സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകളും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. എഗ് വൈറ്റും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സൈസിലുള്ള ഒരു കഷ്ണം നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. നാരങ്ങ നീരിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നാരങ്ങ നീര് ചേർത്തിട്ട് വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ചേർത്ത് കഴിഞ്ഞ് പതുക്കെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കൈകൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫ് ഉടഞ്ഞു പോകരുത്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ബീഫ് കുക്ക് ചെയ്തപ്പോൾ ബാക്കി വന്ന സ്റ്റോക്കിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബീഫ് നല്ലതുപോലെ മസാലയെല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബൗളൊന്ന് മൂടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബീഫ് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബീഫ് പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബീഫിൻ്റെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ബീഫിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ബീഫ് ഇടയ്ക്കെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പിയും നല്ലൊരു ബ്രൗൺ കളറായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ബീഫ് നല്ല പാകത്തിന് മൂത്ത് പുറകിലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ബീഫ് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ബീഫെല്ലാം ഈ കാണുന്ന പോലെ ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ബീഫ് വറുത്തെടുത്ത എണ്ണയിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ടൊന്ന് വറുത്തെടുക്കണം. പച്ചമുളകിൻ്റെ കളറൊന്നും മാറിപ്പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ പച്ചമുളക് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി എണ്ണയിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കറിവേപ്പിലയുടെ കളറ് മാറാതെ തന്നെ നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്ത പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ചില്ലി ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ നമ്മുടെ BDF അഥവാ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്